ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊന്ന് കുറേ ട്രേഡുകളൊന്നും ആയിട്ടില്ല. കുറേ ട്രേഡുകളൊക്കെ എസ് എൽ തന്നെയാണ്. കുറച്ച് ട്രേഡുകളുണ്ടായിരുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡുണ്ട്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡുകളുണ്ട്. എല്ലാവരും എടുക്കാൻ വേണ്ട രീതിയിലുള്ള ടാർഗറ്റുകൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് എസ് എൽ ഉണ്ടായിട്ടുണ്ടെന്ന് കാര്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫുൾ ടാർഗറ്റ് ഒരാളിപ്പോൾ ഒരു ഫുൾ ടാർഗറ്റ് എടുത്തു. ഇപ്പോൾ എടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ, അതായത് ഇൻ കേസ് എന്നുള്ളത് ചിന്തിക്കുക. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഫുൾ ടാർഗറ്റ് 50 പോയിൻ്റാണ് നിഫ്റ്റിയിൽ, 100 പോയിൻ്റാണ് ബാങ്കിൽ. ഇതെടുക്കാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ ആളെന്ന് റെഡിൽ തന്നെ അവൻ കുറച്ചിട്ടുണ്ടാവുക. കുറച്ച് എസ് എൽ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടായിരുന്ന സ്ട്രൈക്കുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതാണ് നമുക്ക് ഒരു ഫുൾ ടാർഗറ്റ് എന്ന ട്രേഡ്. VC പിക്കപ്പാണ് എല്ലാവർക്കും. 50 പോയിൻ്റ് മുമ്പിൻ്റെ കിട്ടിയതാണ്. പിന്നെ കുറച്ച് മുകളിൽ നമുക്ക് കാണുമല്ലോ, ഇത് നമുക്ക് ഡയറക്റ്റ് എസ് എൽ വന്നതാണ്. 88 രൂപയിൽ ഒരു എസ് എല്ലും വന്നിട്ടുമുണ്ട്. ഈ ട്രേഡിൽ തന്നെ കണ്ടിന്യൂ ട്രേഡാണ്, അത് എസ് എല്ല് വന്നു. ഇത് ബാങ്ക് നിഫ്റ്റി ട്രേഡാണ്. ഇതിൽ നേരത്തെ സിനാരിയോ പോലത്തെ പരിപാടി തന്നെയാണത്. ഈസി ആയിട്ടുള്ള 100 പോയിൻ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് വന്ന ഈ ട്രേഡ്, അത് ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ എസ് എൽ എന്നൊക്കെ പറയാൻ തന്നെ, മനസ്സിലായില്ലേ? ഗോസ്റ്റ് അല്ലെങ്കിൽ എസ് എൽ എന്നൊക്കെ പറയാം. എന്തായാലും പോവുകയാണെങ്കിൽ ചെറിയ പോയിൻ്റിങ്ങനെ പോവുള്ളൂ. അവിടെയൊക്കെ 22,350 CE നമുക്ക് കാണാമല്ലോ. ഇവിടെ 2 നമുക്ക് ഡയറക്റ്റ് എസ് എൽ വന്നിട്ടുണ്ട്. ഇതിൽ എസ് എൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, എസ് എൽ തന്നെയാണ്. പിന്നെ ഞാൻ കൊടുത്തൊരു ലെവലാണ്, അതായത് 115.80 എന്ന് പറഞ്ഞ ലെവൽ. 115.80 എന്ന് പറഞ്ഞ ലെവലിൽ ഒരു ട്രേഡും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എടുത്തോളാം ഞാൻ പറഞ്ഞത്. അത് ഫസ്റ്റ് ടൈം കയറി, ഇത് എസ് എൽ ആയി. രണ്ടാമത്തെ വട്ടം കയറി, അതും എസ് എൽ ആയി. മൂന്നാമത്തെ വട്ടമാണ് ടാർഗറ്റിലേക്ക് പോയത്. അത് വെയിറ്റ് ചെയ്തിട്ട് തന്നെ ഇരിക്കണം. എസ് എൽ കൊടുത്ത് വെയിറ്റ് ചെയ്തിട്ട് തന്നെ ഇരുന്നാലേ ടാർഗറ്റിലേക്ക് പോവുള്ളൂ. അത് ഞാൻ കൊടുത്തിട്ടുള്ള ട്രേഡ് തന്നെയാണ്. പക്ഷേ എസ് എല്ലുകളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നു. എസ് എൽ വരാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പീരി ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എസ് എല്ലുകളാണ് വന്നേക്കണത്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ട്രേഡ് ഇതുണ്ടായിരുന്ന ട്രേഡ് തന്നെയാണ് കേട്ടോ, ഇന്ന് കൊടുത്തിട്ടുള്ള ട്രേഡ് തന്നെയാണ്. ഇത് പക്ഷേ ഒരു കോസ്റ്റ് എക്സിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എക്സിറ്റാണ് ഇതിലുണ്ടായിട്ടുണ്ടാവുക. 1:1 കിട്ടിയിട്ടുള്ള ട്രേഡാണ്. 48,500 CE. പിന്നെ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 872.75 കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടേക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഇതൊക്കെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി മൂവ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചാണത്. എസ് എല്ലുകളൊന്നും കുറേ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ കേട്ടോ. 2 ടാർഗറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ ട്രേഡ് എടുത്ത് പോകണവർക്ക് പറ്റുന്നുണ്ട്. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഫസ്റ്റ് ട്രേഡ് തന്നെ എസ് എല്ലായിരുന്നു. രണ്ടാമത്തെ ട്രേഡാണ് ടാർഗറ്റിലേക്ക് പോയത്. അപ്പോൾ കാര്യമായിട്ട് ക്ഷേമമുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. അല്ലാണ്ട് മാജിക്കൊന്നും പ്രതീക്ഷിച്ചാലും വരരുത്. എസ് എല്ലൊക്കെ എന്തായാലും വരും. എസ് എൽ വരാനൊന്നും ട്രേഡിംഗ് ഒന്നുമില്ല. എസ് എൽ വരാതെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ആൾക്കാരാണ് സ്കാമേഴ്സ്. നിങ്ങളത് ചിന്തിച്ചാൽ മതി. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞതിൽ ഇപ്പോൾ ഒരു 3-4 എസ് എൽ തന്നെ ഇപ്പം പറഞ്ഞു. അതിൻ്റെ ഒപ്പം 2 ടാർഗറ്റും പറഞ്ഞു. നിഫ്റ്റിയിൽ തന്നെ 100 പോയിൻ്റ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പോൾ നിങ്ങളെടുത്ത ഏതാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മിനിമം ടാർഗറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് മിക്കവാറും റെഡിൽ ഞാൻ മിക്കവാറും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ എല്ലാവരും. അതും പറയാമല്ലോ. എൻ്റെ ഒപ്പം ട്രേഡ് ആൾക്കാരൊക്കെ ഇന്ന് റെഡിൽ ഞാൻ ക്ലോസ് ചെയ്യാൻ സാധ്യത 10 പോയിൻ്റ് അല്ലെങ്കിൽ 15 പോയിൻ്റ് ലോസ് ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അതിനുള്ള കുഴപ്പമുണ്ടായിരുന്നുള്ളൂ ഇന്ന് ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ലേ. ഇന്ന് എക്സ്പയറി ഡേ ആണ്. കുഴപ്പമില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. 2-3 ടാർഗറ്റ് വന്നിട്ടുണ്ട്. നിഫ്റ്റി 2 ടാർഗറ്റും ബാങ്കിൽ 1 ടാർഗറ്റും. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് എസ് എല്ലുകളാണ് ഉള്ളത്. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർ എസ് എല്ല് കൊടുത്ത് പഠിക്കും. ഞാൻ എസ് എൽ എന്ന് പറഞ്ഞത് നമ്മൾ കൊടുക്കണ കാരണമാണ് പറയാൻ പറ്റണത്, എസ് എൽ എന്ന് പറയാൻ പറ്റണത്. അല്ല, നിങ്ങൾ ക്യാൻഡിൽസ് അടിയിൽ പോണ പോലെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എസ് എല്ലേ വരുള്ളൂ. ഇതിലിപ്പോൾ ഇത്ര എസ് എല്ല് പറയാൻ കാരണം നമ്മൾ അത്രയും കുറഞ്ഞ എസ് എല്ല് ഇടുന്നതുകൊണ്ടാണ് ഈ എസ് എല്ലുകൾ പറഞ്ഞ് പോകാൻ പറ്റണത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു എസ് എൽ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ എസ് എല്ലിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ലിമിറ്റഡ് എസ് എല്ല് കൊടുക്കാൻ പഠിക്കുക. അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാൻ പഠിക്കുക. മാക്സിമം എല്ലാവരും പഠിച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വെള്ളിയാഴ്ചയാണ്, ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ. നല്ല ട്രേഡുകളൊക്കെ കിട്ടട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ടിയുടെ ഒരു പ്രശ്നം കാരണമാണ് എസ് എല്ലുകൾ വരുന്നത്. വേറെ പ്രശ്നമൊന്നുമല്ല. കുറേ നേരം ഹോൾഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എസ് എല്ലുകളൊക്കെ വരും. അതാണ് പ്രശ്നമില്ല. അപ്പോൾ അതൊന്നും ഡോണ്ട് വറി. നമുക്ക് നാളെ നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.